അടുത്ത ക്വസ്റ്റ്യൻ, അവർ കോളേജ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്, 50 ലാക്കോളം ഫണ്ടിങ് വേണം. സോ അതിനെന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് തോന്നി എന്തെങ്കിലും ടെക്നോളജിയോ വല്ല ആപ്പോ വല്ല AI പ്രൊജക്റ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടുണ്ടാവുക. 50 ലക്ഷം വേണം എന്നുള്ളത് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് ഈ 50 ലക്ഷം രൂപ എന്തിന് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓരോ ദിവസവും എത്ര രൂപ നമുക്ക് ചിലവാകും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ 50 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് മാർക്കറ്റ് ചെയ്യണം അല്ലേ. കസ്റ്റമേഴ്സ് ആരെങ്കിലും ഒരു സെഗ്മെൻറ്റ് ആരെങ്കിലും ഇത് വാങ്ങണം ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് അഡീഷണലി ഇനിയും സ്പെൻഡ് വേണം. അപ്പോൾ അതിനുശേഷം ഇത് ചെയ്താൽ നമുക്കൊരു എമൗണ്ട് കിട്ടും അല്ലേ, നമ്മുടെ റിട്ടേൺ, നമ്മുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു കാര്യം എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കുട്ടികളായതുകൊണ്ട്. കാര്യം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുകളൊക്കെ പലപ്പോഴും സ്റ്റക്കായി പോകും. അപ്പോൾ വേണ്ടത് കൃത്യമായിട്ട് ഈ കാശിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ട്രാവൽ ചെയ്തിട്ട് എത്ര സ്പെൻഡ് ആകും എന്നതിൻ്റെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും നമ്മളൊരു ഇൻവെസ്റ്ററെ പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ അങ്ങേരെ ഒരു 10 ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊജക്റ്റ് തന്നെ വഴിക്ക് വെച്ച് നിർത്തിക്കളയും ഇതിനെക്കുറിച്ച് എന്ന്. ബട്ട് ഫണ്ടമെൻ്റലി വേണ്ടത് അതിന് ചിലവൊന്നുമില്ലല്ലോ. 50 ലക്ഷം എങ്ങനെ ചിലവാക്കണം എന്നതിനെക്കുറിച്ച് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി വലിയ ചിലവ്, അത് ഇരുന്നിട്ട് ഒരു എക്സൽ ഫയലിട്ട് നമുക്ക് അതിനെ ഉണ്ടാക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. Fintaxman, the mentor your business needs.